മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിനെതിരെ CPIM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി ഫോൺ കോൾ പുറത്ത്. കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബയുടെ ഭർത്താവിനാണ് CPIM എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റെ ഭീഷണി. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. അൻവറെ കണ്ടിട്ട് ഈ തീരുമാനമെടുത്ത ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടിനെ പുറത്ത് കുത്തി പോവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് അൻവറിന്റെ പിന്നാലല്ലേ, ഇത് അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം എന്താ അൻവർ എന്നുള്ളത്. അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. UDF ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി ബന്ധപ്പെട്ട് അനക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഞങ്ങളെ തൊട്ടാൽ വീട്ടിൽ കയറി തലയടിച്ച് പൊട്ടിക്കുമെന്ന PV അൻവറിന്റെ ഭീഷണി പ്രസംഗം അത് ഇന്നലെയാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ CPIM ഏരിയ സെക്രട്ടറിയുടെ ഒരു ഭീഷണി ഫോൺ കോൾ കൂടി പുറത്തു വരികയാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം, വിപിൻ? റിജിത്ത്, ഈ ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ കൂറുമാറ്റവും ഒക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാക്പോര് അത് ഭീഷണിയുടെ സ്വരത്തിലേക്കൊക്കെ മാറിയിരുന്നു. അതിലിപ്പോൾ CPM ഏരിയ സെക്രട്ടറിയുടെ ഒരു ഭീഷണിയുടെ ഫോൺ കോളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കൂറുമാറിയത് നുസൈബ സുധീർ എന്നുള്ള CPIMന്റെ ഒരു അംഗമായിരുന്നു. UDFനൊപ്പം നിൽക്കുകയും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് LDFന് അവിടെ ഭരണം നഷ്ടമാവുകയും ചെയ്തത്. അപ്പോൾ ഈ നുസൈബയുടെ ഭർത്താവ് സുധീർ ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാവാണ് നിലമ്പൂർ ഭാഗത്ത്. അപ്പോൾ സുധീർ ഇതിൽ PV അൻവറിന്റെ ഒരു പങ്ക് ഈ രീതിയിലാണ് CPM പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നുസൈബയെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രധാനമായും ഈ ഫോൺ കോളിൽ പറയുന്നത് ആദ്യം തന്നെ UDFനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളത് പറയാമായിരുന്നു. ഇതിപ്പോൾ പാർട്ടിയുടെ ഒപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിച്ച്, പാർട്ടിയുടെ ഒപ്പം ഈ അവിശ്വാസ പ്രമേയത്തിനെ എതിർക്കുമെന്നൊക്കെ തോന്നിപ്പിച്ച് പിന്നീട് പുറകിൽ നിന്ന് കുത്തി എന്നുള്ളതാണ്. അങ്ങനെ CPMനെ പുറകിൽ നിന്നാണ് കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യവും ഇനി ഉണ്ടാവുകയില്ല, നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല, ഇതിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നിന്നെ സംബന്ധിച്ച് വരാനിരിക്കുകയുള്ളൂ എന്നുള്ളത് സുധീറിനെ വിളിച്ചുകൊണ്ടാണ്, സുധീറിനെ വിളിച്ച് ഇത്തരത്തിലുള്ളൊരു ഭീഷണിയായി പറഞ്ഞിരിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ടാണ് ചുങ്കത്തറയിൽ നടന്നിട്ടുള്ള പൊതുയോഗത്തിൽ PV അൻവറിന്റെ മറുപടിയും വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ അടക്കമുള്ള ഭീഷണിയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചുങ്കത്തറയിലെ അവിശ്വാസത്തെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയുടെ സ്വരവും ഒപ്പം തന്നെ വാക്പോരും ഒക്കെ ചുങ്കത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ച് കടുക്കുന്നത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.